ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈദിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ റമദാനിൻ്റെ ആയാലും ഇഫ്താറിൻ്റെ ടൈം നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ട് ഗസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം കുറച്ച് അളവിലാണ് വേണ്ടെങ്കിൽ എല്ലാം പകുതി അളവിൽ എടുത്താൽ മതി. 3 പാക്കറ്റ് പാലിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്, അതായത് 20 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുതിരുന്ന ടൈം കൊണ്ട് നമുക്ക് പാലെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടത്. 1/2 ലിറ്ററിൻ്റെ 3 പാക്ക് പാൽ. 3 പാക്ക് പാലിന് ഞാൻ ഏകദേശം 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് തന്നെ ചേർത്ത് കൊടുക്കണം. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ആക്കാം. ഞാനിവിടെ അമുലിൻ്റെതാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാലും ബട്ടറെല്ലാം ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഏകദേശം ഒരു അര ടിന്നല്ല, 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ചൂടാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുമെന്ന് വെച്ചാൽ രണ്ടും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കസ്റ്റേർഡ് ഒന്ന് കുറച്ച് പാല് കലക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം 6 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്ന് കലക്കിയെടുത്തിട്ട് ഇനി ഒരു നമ്മുടെ പാലിൻ്റെ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുമ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാണ്ട് ഒഴിച്ചാൽ അത് ഒരു സൈഡിൽ തന്നെ കട്ട പിടിച്ചിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് തിളക്കേണ്ട ആവശ്യമില്ല. തിളച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ കസ്റ്റേർഡിലും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് ചേർത്തിട്ട് തിളച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ഇവിടെ 5 സ്ലൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചാൽ വേണ്ടെങ്കിൽ ഏകദേശം 3 അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. 1 പാക്കറ്റ് പാലിനാണ് ചെയ്യുന്നതെങ്കിൽ 100 ഗ്രാം ബട്ടറും അതുപോലെ തന്നെ ഒരു 8 ഗ്രാം ചൈന ഗ്രാസും ചേർത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സ് നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കട്ടകൾ ഉണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അരിച്ചിട്ട് നമുക്ക് പുഡിങ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കട്ടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേയിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒരു വലിയൊരു ട്രയലാണ്. ഇത് 3 ബാച്ചായിട്ട് അടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നല്ല ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കണം. അത്രയും ഭയങ്കര ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന പറയുന്നില്ലേ, ആ ഒരു ടൈപ്പ് നല്ല ക്രീമി പുഡിങ്ങാണ്. അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സിൽ ഏകദേശം ഇപ്പം തന്നെ നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മേലിൽ നമ്മുടെ എയർ ബബിൾസിലൊന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇതെല്ലാം അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നാളെയാണ് ഫംഗ്ഷനെങ്കിൽ ഇന്ന് നമുക്ക് തലേനെ ആക്കിയിട്ട് നല്ല ഓവർനൈറ്റ് തന്നെ നമുക്ക് തണുപ്പിച്ച് കഴിച്ചാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് അതിൻ്റെ മേൽ ഡെക്കറേഷൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് സ്ലൈസ് ചെയ്ത ബദാമോ അല്ലെങ്കിൽ പിസ്റ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ പിസ്ത സ്ലൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാരമലൈസ് ചെയ്ത ആൽമണ്ടോ അല്ലെങ്കിൽ കാഷ്യോ അല്ലെങ്കിൽ നമ്മുടെ പീനട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത് ടോപ്പിങ്സും ഇതിന് നല്ല മാച്ചായി പോകുന്നതാണ്. നല്ല നട്ട്സ് വെച്ചിട്ട് ഞാനിവിടെ പിസ്ത സ്ലൈസ് വെച്ചിട്ട് ഇവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടില്ല ബട്ടർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീണ്ടും നല്ല ഈദിനെ പറ്റിയിട്ടുള്ള പുഡിങ് റെസിപ്പീസും റമദാൻ സീരീസിലായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഓക്കെ, ബൈ.